ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ നേഴ്സിംഗിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനെ എങ്ങനെ എക്സാം എഴുതാമെന്നുള്ള വീഡിയോ ആണ് നോക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് അവരൊരു ബുക്ക്ലെറ്റ് തരും. ആ ബുക്ക്ലെറ്റിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ, ഏത് സെമ്മ എന്നും പിന്നെ ഏത് ഫാക്കൽറ്റി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഓരോ പേഷ്യൻറ്റിൻ്റെ ഓരോ ചിറ്റ് തരും. ഒരു ചെറിയ പേപ്പറിൽ പേഷ്യൻ്റെ പേരും ഡയഗ്നോസിസും എന്താണെന്ന് പറഞ്ഞൊരു ചിറ്റ് നമുക്ക് എടുക്കാനുണ്ടാകും. അത് നമ്മൾ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ പേഷ്യൻറ്റിനെ കണ്ടുപിടിക്കണം. പേഷ്യൻറ്റിനെ കണ്ടുപിടിച്ചിട്ട് പേഷ്യൻറ്റിനോട് നമ്മൾ അവരുടെ ഹിസ്റ്ററി, അതായത് കെയർ പ്ലാനിന് വേണ്ട കാര്യങ്ങൾ ചോദിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആൻസർ ഷീറ്റിലെ ഒരു പേജ് നമ്മൾ ഹാഫായിട്ട് മടക്കണം. ഹാഫായിട്ട് മടക്കിയിട്ട് 2 സൈഡിലായിട്ട് വേണം എഴുതാൻ വേണ്ടി. എന്നാലേ അല്ലെങ്കിൽ നമുക്ക് പേപ്പർ തികയാതെ വരും. കെയർ പ്ലാൻ എഴുതുമ്പോൾ മാത്രം നമ്മൾ ഒരു പേജ് ഫുൾ എടുക്കുക. ബാക്കി നമ്മൾ ഈ ഹാഫ് ആക്കിയിട്ട് 2 സൈഡിലായിട്ട് എക്സാം എഴുതണം. ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എക്സാമിൻ്റെ ഇത് ബേസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. അതായത് അസ് എ പാർട്ട് ഓഫ് മൈ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പകരം അസ് എ പാർട്ട് ഓഫ് മൈ RGHS പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞ് തുടങ്ങണം. അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ ഏത് വാർഡിലാണ് പോസ്റ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ ഏത് ഹോസ്പിറ്റലാണ്, പിന്നെ പേഷ്യൻ്റെ പേര്, ഏജ്, ചീഫ് കംപ്ലയിൻറ്റ്, അത് വെച്ച് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് പേഷ്യൻ്റ് ഹിസ്റ്ററി. പേഷ്യൻ്റ് ഹിസ്റ്ററിയിൽ ഒരു പേഷ്യൻ്റ് പ്രൊഫൈൽ എഴുതണം. അതായത് പേഷ്യൻ്റെ നെയിം, ഏജ്, ജെൻഡർ, റിലീജിയൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതാം. പിന്നെ വേറെ വേണ്ട സാധനമാണ് ചീഫ് കംപ്ലയിൻസ്. പേഷ്യൻറ്റിനോട് ചോദിച്ച് നമ്മൾ പേഷ്യൻ്റെ ഫയൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചീഫ് കംപ്ലയിൻസ്. പിന്നെ പേഷ്യൻ്റെ നിലവിലത്തെ അവസ്ഥ, അതായത് പ്രസൻറ്റ് മെഡിക്കൽ ഹിസ്റ്ററി, അതിൽ നിങ്ങൾ പിന്നെ എഴുതേണ്ട പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, പ്രസൻറ്റ് സർജിക്കൽ ഹിസ്റ്ററി, പാസ്റ്റ് സർജിക്കൽ ഹിസ്റ്ററി, പിന്നെ ന്യൂട്രീഷണൽ ഹിസ്റ്ററി എഴുതണം. അതിൽ ന്യൂട്രീഷൻ ഹിസ്റ്ററിയിൽ വരുന്നതാണ് പേഷ്യൻ്റ് ഫുഡ്, എങ്ങനത്തെ ഫുഡാണ് എടുക്കുന്നത്, പിന്നെ വേറെ ഫുഡിൽ വേറെ അലർജി കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പേഷ്യൻറ്റിനോട് ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററിയിൽ വീട്ടിലെത്ര പേരുണ്ട്, അതുപോലെ പിന്നെ പേഴ്സണൽ ഹിസ്റ്ററി വരുമ്പോൾ നിങ്ങൾ പേഷ്യൻ്റ് അപ്പറ്റേറ്റ്, സ്ലീപ്പ്, പിന്നെ ബൗവൽ ആൻഡ് ബ്ലാഡർ ഹാബിറ്റ്സ്, പിന്നെ പേഷ്യൻ്റ് ഇനി സ്മോക്കിങ്ങോ ആൽക്കഹോൾ കൺസപ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് എഴുതുക. പിന്നെ എഴുതേണ്ടതാണ് അതായത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. അതായത് പേഷ്യൻ്റെ എന്താ പറയുന്നത്, പേഷ്യൻ്റ് ബിലോങ്സ് ടു മിഡിൽ ക്ലാസ് ഫാമിലി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതുക. പേഷ്യൻറ്റിനോട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ എഴുതിയാൽ മതി. പിന്നെ വേണ്ട കാര്യമാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യം ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ പേഷ്യൻറ്റിനെ നോക്കി മനസ്സിലാക്കി പേഷ്യൻ്റെ ജനറൽ അപ്പിയറൻസ് എന്താണെങ്കിലും എഴുതണം. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ അഫക്റ്റഡ് പാർട്ട് എഴുതാൻ നോക്കുക. അതായത് പേഷ്യൻറ്റിന് ഇപ്പം എന്തസുഖമാണുള്ളത്, ആ അസുഖം ബാധിച്ച പാർട്ടിനെ പറ്റി എഴുതുക. അതായത് ഇപ്പം GI സിസ്റ്റത്തിലാണ് GIT-നെ പറ്റി നിങ്ങൾ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് അതിനെപ്പറ്റി എഴുതുക. പിന്നെ വേണ്ട കാര്യമാണ് വൈറ്റൽ സൈൻസ്. വൈറ്റൽ സൈൻസ് നിങ്ങളൊരു ടേബിൾ വരച്ചിട്ട് ഒരു 2-3 ദിവസത്തെ വൈറ്റൽ സൈൻസ് നിങ്ങൾ എഴുതുക. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷറൊക്കെ. പിന്നെ ലാബ് ഇൻവെസ്റ്റിഗേഷൻ വേണം. ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് നിങ്ങൾക്ക് ലാബ് റിപ്പോർട്ട്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്കൊരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ എഴുതാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് വേണ്ട ഒരു സംഭവമാണ് മെഡിക്കേഷൻസ്. മെഡിക്കേഷൻസ് എഴുതുമ്പോൾ നിങ്ങൾ നോക്കുക, അതായത് ഡ്രഗിൻ്റെ പേരെഴുതുക. പിന്നെ വേറൊരു കാര്യമാണ് ആക്ഷൻ എഴുതുക. അതായത് മെഡിക്കേഷൻ്റെ ആക്ഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പം നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ വൈവ പോലെ ചോദിക്കുമ്പോൾ നിങ്ങളോട് ആക്ഷൻ എന്താണേലും ചോദിക്കും. അപ്പോൾ ആക്ഷൻ എഴുതുക എന്താണേലും. പിന്നെ നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഏതാണ്ട് നേഴ്സിംഗ് ഡയഗ്നോസിസ് കെയർ പ്ലാൻ്റെ ആ സൈഡിലോട്ട് പോകും. അവിടെ മെയിനായിട്ട് എഴുതേണ്ടതാണ് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞൊരു ഇത് എഴുതുക. അതായത് ഇപ്പം പേഷ്യൻ്റെ എക്സാമ്പിൾ അക്യൂട്ട് പെയിൻ, ഫാറ്റിഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാം. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് നേഴ്സിംഗ് ഡയഗ്നോസിസ്. അതൊരു 5 നേഴ്സിംഗ് ഡയഗ്നോസിസ് നിങ്ങൾ നിങ്ങളുടെ രോഗത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 നേഴ്സിംഗ് ഡയഗ്നോസിസ് എഴുതണം. അത് കഴിഞ്ഞ് വരുന്നതാണ് ഷോർട്ട് ടൈം ഗോൾസ്. ഷോർട്ട് ടൈം ഗോൾസും ലോങ് ടൈം ഗോൾസും ഉണ്ട്. ഷോർട്ട് ടൈം ഗോൾസ് ഒരു 3-4 ഷോർട്ട് ടൈം ഗോൾസും ഒരു ലോങ് ടൈം ഒരു 3 എണ്ണമൊക്കെ എഴുതാം. ഇതിൽ ഷോർട്ട് ടൈം ഗോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ഒരു കെയർ കൊടുത്തു കഴിയുമ്പോൾ പേഷ്യൻറ്റിന് പെട്ടെന്ന് എന്ത് മാറ്റം വരും. അതായത് ഇപ്പം ഒരു പെയിൻ ആണെങ്കിൽ പേഷ്യൻ്റ് വിൽ ഗെറ്റ് റിലീഫ് ഫ്രം പെയിൻ. അതുപോലെ പേഷ്യൻ്റ് വിൽ ഏബിൾ ടു ഡു സെൽഫ് കെയർ ആക്ടിവിറ്റീസ്.
അതായത് നമ്മളിപ്പം കൊടുത്ത ഷോർട്ട് പീരീഡിനുള്ളിൽ നമുക്ക് എന്ത് റിസൾട്ട് വരുമെന്നോ അതാണ് എഴുതേണ്ടത്. അതൊരു 3-4 ഷോർട്ട് ടൈം ഗോൾസ് എഴുതുക. പിന്നെ ലോങ് ടൈം ഗോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് ലോങ് ടൈം ആയിട്ടുള്ള കെയർ കഴിയുമ്പോൾ പേഷ്യൻ്റ് എങ്ങനെയാവും, അതായത് പേഷ്യൻ്റ് പ്രിപ്പയർ ഫോർ എയർലി ഡിസ്ചാർജ്, പേഷ്യൻ്റ് ഗെറ്റ് ഫ്രീ ഫ്രം ഫർദർ കോംപ്ലിക്കേഷൻസ്, അതുപോലെയുള്ള കാര്യങ്ങളാണ്. അത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ വരുന്നതാണ് മെയിനായിട്ട് ഇനി വരുന്നതാണ് നേഴ്സിംഗ് കെയർ പ്ലാൻ. നിങ്ങൾ കെയർ പ്ലാൻ എഴുതുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം, കെയർ പ്ലാൻ എപ്പോഴും ഫുൾ പേജിൽ തന്നെ എഴുതാൻ നോക്കുക. അതായത് നേരത്തെ എഴുതിയ പോലെ ഹാഫായി മടക്കി എഴുതാതെ കെയർ പ്ലാൻ ഫ്രഷ് പേജിൽ ഫുൾ സൈസിൽ എഴുതാൻ നോക്കുക. കെയർ പ്ലാൻ നിങ്ങൾ എഴുതേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അസസ്മെൻ്റ് എഴുതണം. അതായത് പേഷ്യൻ്റ്, അതായത് സബ്ജക്റ്റീവ് ഡാറ്റയും ഒബ്ജക്റ്റീവ് ഡാറ്റയും. അത് കഴിഞ്ഞിട്ട് വേണ്ടാണ് നേഴ്സിംഗ് ഡയഗ്നോസിസ്. അതായത് നമ്മൾ നേരത്തെ എഴുതിയ നേഴ്സിംഗ് ഡയഗ്നോസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കെയർ പ്ലാൻ എഴുതുന്നത്. അപ്പം അത് നിങ്ങൾ നോക്കണം. പിന്നെ വേണ്ട കാര്യമാണ് ഗോൾ, അതായത് പേഷ്യൻറ്റിനും നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് എഴുതണം. പിന്നെ നമ്മളുടെ ഇൻ്റർവെൻഷൻസ്, അതായത് പ്ലാൻ ഓഫ് ആക്ഷൻസ്, അതൊരു 4-5 എഴുതുക. ഇതെല്ലാം നിങ്ങൾ ടൈം മാനേജ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഇന്നുള്ള റിസൾട്ട് റാഷണലേ വേണം. പിന്നെ ഇംപ്ലിമെൻറ്റേഷനും ഇവാലുവേഷനും എന്നുള്ള കോളം നിങ്ങൾ ബ്ലാങ്ക് ആക്കി ഇടുക. കാരണം അതിൻ്റെ അകത്ത് എഴുതണ്ട, നമ്മൾ കെയർ കൊടുത്തല്ലേ ഉള്ളൂ. നിങ്ങൾ കെയർ പ്ലാൻ ഒരു ടൈം മാനേജ് ചെയ്തിട്ട് ഒരു 3-4 എണ്ണം എഴുതിയാൽ മതി. പറ്റുവാണെങ്കിൽ ഒരു 5 എഴുതിയാലും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ആ ടൈമും പേപ്പറിൻ്റെ ഇതൊക്കെ മാനേജ് ചെയ്ത് നിങ്ങൾ എഴുതുക. പരമാവധി നിങ്ങൾ കെയർ പ്ലാൻ എങ്ങനെ എഴുതി തീർക്കാൻ നോക്കുക ടൈമിനുള്ളിൽ. പിന്നെ വേണ്ട ഒരു കാര്യമാണ് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ എഴുതണം. പേഷ്യൻ്റ് എഡ്യൂക്കേഷനിൽ വരുന്ന കാര്യമാണ്, അതായത് ഇപ്പം പേഷ്യൻ്റ് ഡയറ്റ്, പിന്നെ റെസ്റ്റ്, സ്ലീപ്പ്, മെഡിക്കേഷൻ, ഫോളോ അപ്പ്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ എഴുതുക. അതായത് പേഷ്യൻറ്റിനോട് ഇതൊക്കെ പേഷ്യൻറ്റിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ എഴുതുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഷൻ എഴുതി എക്സാം എൻഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ കുറച്ച് കോമൺ ആയിട്ട് കുറച്ച് ഡിസീസ് കണ്ടീഷൻസും ഒക്കെ പഠിച്ചു വെക്കണം. അതുപോലെ കുറച്ച് ടെർമിനോളജീസും കുറച്ച് ഇതിനെപ്പറ്റി നേഴ്സിംഗ് ഡയഗ്നോസിസ് കുറച്ച് പഠിച്ചു വെക്കണം. അതായത് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്നതും, അതായത് എന്നാ പറയുന്നത്, പെയിന്, നോളജ് ഡെഫിസിറ്റ്, അതുപോലത്തെ കുറച്ച് സിമ്പിളായിട്ട് എല്ലാത്തിലും നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് നേഴ്സിംഗ് ഡയഗ്നോസിസ് പഠിച്ചു വെക്കണം. നോർമൽ നമ്മുടെ വൈറ്റൽ സയൻസിൻ്റെ വാല്യൂസ്, അതേപോലെ ലാബ് ഇൻവെസ്റ്റിഗേഷൻ്റെ വാല്യൂസ് പോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ കുറച്ച് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം.